എവറിത്തിങ് ഈസ് കണക്റ്റഡ് വിത്ത് പ്ലാനറ്റ്. നിങ്ങൾ ജ്യോതിഷാവുമ്പോൾ കുറച്ചും കൂടി അറിയാമല്ലോ, ഓരോരോ പ്ലാനറ്റുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ആ പ്ലാനറ്റിൻ്റെ എനർജി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രത്നങ്ങൾ. നമ്മളെ കേരളത്തിൽ ഇതൊന്നും ഇല്ല, കാരണം ഇതൊക്കെ ഒരു രഹസ്യമായിട്ട് പോണ സംഭവമായിട്ടാണ് പോകുന്നത്. കേരളത്തിലെ വാസ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ചുറ്റളവ് മാത്രമേ വാസ്തു എന്നാണ് ധാരണ. ഭാഗ്യം, സമൃദ്ധി, ഇങ്ങനെയുള്ള വാക്കുകളിലേക്കൊന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പൊ എന്താ, തല വടക്ക് കിഴക്ക് വന്നു, കാല് തെക്ക് പടിഞ്ഞാറ് വന്നു. അപ്പൊ അവിടെ വടക്ക് കിഴക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈശാന കൊണ്ട് ഈശനെ തന്നെയാണ്. അപ്പൊ അത് സ്ഫടിക ലിംഗത്തിൻ്റെതാണ് കൊടുക്കുക. അങ്ങനെ ഓരോരോ ഭാഗത്തിനും നേരെ മറിച്ച് ഇപ്പം അഗ്നികോണിൽ വരിക. പ്രപഞ്ചം മുഴുവനും അങ്ങനെയാണ്, രാത്രി തന്നെയാണ്, സൂര്യൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. പിന്നെ നെഗറ്റിവിറ്റിക്ക് 2 ഫ്ലോ പറയുന്നുണ്ട്. ഒന്ന് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും പോകും, 2 ഡയറക്റ്റ് ആയിട്ട് വന്ന് അടിച്ച് കളയും. ഒരു പൂജയൊക്കെ ചെയ്യും. പൂജ ചെയ്യാന്ന് പറഞ്ഞാൽ വാസ്തുബലിയൊക്കെ നടത്തും. രത്ന ദീപ സ്ഥാപന ഡോക്ടർ നിഷാന്ത് തോപ്പിൽജി, നമസ്തേ. നമസ്തേ. പ്രത്യേകിച്ച് അഭിസംബോധനകളുടെ ആവശ്യമില്ല. വാസ്തു എന്ന് കേൾക്കുമ്പോഴോ വാസ്തു ഭാരതി എന്ന് കേൾക്കുമ്പോഴോ നമുക്ക് സ്വാഭാവികമായിട്ടും ഓർമ്മ വരുന്ന പേരാണ് നിഷാന്ത് ജി. താങ്ക് യു. നിഷാന്ത് ജി, നമ്മൾ വാസ്തുപരമായി ഒരുപാട് കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പല രീതിയിലുള്ള വാസ്തു കൺസെപ്റ്റ് പൗരാണിക കാലം മുതലേ വാസ്തു എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. അതിൽ കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് ഒരുപാട് ആവശ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വാസ്തു എന്ന് പറയുന്നത്. അതിൽ താങ്കളുടെ കൺസെപ്റ്റും താങ്കളുടെ അറ്റംപ്റ്റും തികച്ചും വ്യത്യസ്തമാണ്. ഇതിൻ്റെ ടെസ്റ്റിമോണിയൽസ് നോക്കുന്ന സമയത്തും നമ്മളൊരു ഒരു വർഷത്തിനകത്താണ് കാണുന്നത്. അന്ന് ഞാൻ താങ്കളുടെ ഒരു പെർസോണ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് സ്വാഭാവികം നമ്മൾ കാണുന്നവരോട് പേഴ്സണലി സംസാരിക്കുമെങ്കിലും ഒരു പ്രൊഫഷണലി വരുമ്പോൾ പെർസോണ സ്റ്റഡി ചെയ്യാന്നുള്ളത് നമ്മളൊരു നല്ലതാണ്. അപ്പോൾ ആരാണ് അദ്ദേഹം, അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ഒരു ഡിബേറ്റ് സെഷനകത്ത് എനിക്ക് താങ്കളെ കുറിച്ച് അറിഞ്ഞാലേ ഡിബേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്. വാസ്തു ഭാരതി എന്ന് കേൾക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തു. അപ്പോൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് കുറേ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, ഏതോ നല്ലൊരു എക്സ്പേർട്ടിനെ കൊണ്ട് പൈസ കൊടുത്ത് ജയിപ്പിച്ചാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ കിട്ടിയ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുകയും താങ്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിഷാന്ത് ജിയെ പറ്റി കൂടുതൽ അടുത്തപ്പോൾ ഒരു പ്രൊഫഷണലി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്യാപ്പബിലിറ്റിയുള്ള ആരോഗ്യമാണെന്ന് മനസ്സിലായി. കുറേ കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യം എന്ന് പറയുന്നത് വാസ്തു എക്സ്പേർട്ടാണെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മുടെ ഡിബേറ്റ് എല്ലാം കഴിഞ്ഞു, നമ്മൾ വളരെ സൗഹൃദപരമായി പിരിഞ്ഞു. പിന്നെ കുറച്ച് ദിവസങ്ങൾ കാണുന്നില്ല. പിന്നെ താങ്കളുടെ വീഡിയോസ് ഞാൻ വീണ്ടും കാണുന്നുണ്ടായിരുന്നു. എന്താണ് ഒരു വാസ്തു എക്സ്പേർട്ടും ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ ഒരു സോഴ്സും എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതിൻ്റെ പേരെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ പേര്. ഇന്ന് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ 3 പ്രാവശ്യം പേര് ചോദിച്ചു. പക്ഷേ ഈ രത്നങ്ങളുടെ ഡിബേറ്റും ബാക്കിയുള്ള സംഭവങ്ങളും ഞാൻ പല ജെമോളജിസ്റ്റോട് സംസാരിക്കുകയും ഡിബേറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ സോഴ്സ് ഓഫ് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഞാൻ ട്രാവലും ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ. റൈറ്റ്. അപ്പോൾ ഇത് എവിടെയാണ് ഈ സോഴ്സ് വച്ച് നമ്മുടെ സാധാരണ വാസ്തുവുമായിട്ട് താങ്കൾക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നത്? എന്താണ് സാധാരണപ്പെട്ടൊരു വാസ്തുവുമായിട്ട് ഈ പറയുന്ന സിസ്റ്റവുമായിട്ട് എങ്ങനെ വിജയകരമായി പോകുന്നത് ഒന്ന് പറയാമോ? വണ്ടർഫുൾ, വണ്ടർഫുൾ, ഗ്രേറ്റ്, ഗ്രേറ്റ്, ഗ്രേറ്റ്. ഏതായാലും വളരെ സന്തോഷം. ഗ്രേറ്റ്. ഏതായാലും എന്നെ പറ്റിയിട്ട് ഒരു സ്റ്റഡി ചെയ്ത ഒരാളാകുമ്പോൾ കുറച്ച് പേടിക്കണം എന്നാണ്. ബ്രൂസിലി പറഞ്ഞൊരു വാക്കുണ്ട്, ഈ 1000 സ്റ്റെപ്പ് അറിയണവർ എനിക്ക് പേടിയില്ല, പക്ഷെ ഒരു സ്റ്റെപ്പ് 1000 പ്രാവശ്യം അഭ്യസിച്ചോരെ അത് പറഞ്ഞില്ല. വെരി ഗുഡ്. എനിവേ, ആക്ച്വലി ഇതൊക്കെ നമ്മളെ ഗ്രന്ഥങ്ങളിലുള്ളത് മാത്രമാണ്, അല്ലാണ്ട് പുതിയതായിട്ട് എൻ്റെ ഒന്നുമല്ല. അതായത് മയമതം, മാനസാരം, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപരാജിത പ്രജ്ഞ, ഈ 3 ഗ്രന്ഥങ്ങളിലാണ് രത്നദീപ സ്ഥാപനയെ കുറിച്ച് പറയുന്നത്. മയമതം എന്ന് പറയുന്നത് മയാസുരൻ അല്ലെങ്കിൽ മയമുനി, അതായത് നമ്മളെ രാവണന്റെ ഭാര്യയുടെ അച്ഛൻ, മണ്ഡോദരിയുടെ അച്ഛൻ എഴുതിയ ബുക്കാണ്. ഇപ്പോഴും ഉണ്ട്. പിന്നീട് അത് ബ്രൂണോ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ട്. അദ്ദേഹം ശരിക്കും ഫ്രഞ്ചുകാരനാണ്. അദ്ദേഹം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനുശേഷമാണ് വാസ്തു എന്ന് പറയുന്നത് തന്നെ ഇന്റർനാഷണലി അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു ഇതാണ് രത്നദീപ സ്ഥാപന. രത്നദീപ സ്ഥാപന എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഫയർ കാച്ചസ് ഫയർ. എവിടെയാണോ സമൃദ്ധി ഉള്ളത് അവിടേക്കാ സമൃദ്ധി വരിക. യെസ്, യെസ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സമൃദ്ധിയിൽ ജീവിക്കുക എന്നാണ്.
അല്ലാണ്ട് നമ്മൾ പറയുന്ന ഒരു ദോഷവും പ്രശ്നവും കുറ്റവും ഒന്നുമല്ല. സമൃദ്ധിയിൽ ജീവിക്കുക എന്നാണ്, അബൻഡൻസിൽ. അപ്പം അബൻഡൻസ് ഉള്ള സ്ഥലത്തേക്കാണ് അബൻഡൻസ് വരിക. അപ്പോൾ അതിന് ഋഷിമാർ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണത്. അതായത് എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് കണക്റ്റഡ് വിത്ത് പ്ലാനറ്റ്. നിങ്ങൾ ജ്യോതിഷമാകുമ്പോൾ കുറച്ചും കൂടി അറിയാമല്ലോ. അപ്പോൾ ജ്യോതിഷത്തിൻ്റെ അതിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോരോ പ്ലാനറ്റുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ആ പ്ലാനറ്റിൻ്റെ എനർജി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രത്നങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ യെല്ലോ സഫയർ എന്ന് പറയുമ്പോൾ ഗുരു വ്യാഴത്തിൻ്റെ ഇതാണ്. ഇപ്പോൾ മഞ്ഞപ്പുഷ്യരാകും. ഇപ്പോൾ സമ്പത്തൊക്കെ ഇതാകണേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ ഇതും നമ്മളുടെ വീട് തന്നെ ഒരു വേർത്തിനൊരു ഓറയായി മാറുക. അതിനുള്ളൊരു കൺസെപ്റ്റാണിത്. അത് 2-3 സിസ്റ്റങ്ങളുണ്ട്. അതൊന്ന് പറയും രാഹു സിസ്റ്റം എന്ന് പറയും, വേറെ ഒന്ന് പറയും കേതു സിസ്റ്റം എന്ന് പറയും. ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കല്ലുകളുടെ അറേഞ്ച്മെൻറ്റ്സിലുള്ള വ്യത്യാസമാണ്. പിന്നെ പല സിസ്റ്റങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇതാണ്. പോപ്പുലർ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഇതൊന്നും ഇല്ല. കാരണം ഇതൊക്കെ ഒരു രഹസ്യമായിട്ട് പോണ സംഭവമായിട്ടാണ് പോകുന്നത്. കേരളത്തിലെ വാസ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ചുറ്റളവ് മാത്രമേ വാസ്തു എന്നാണ് ധാരണ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ഒരു ഏരിയ ഉണ്ട് എന്നുള്ളത് മലയാളികൾക്ക് അത്രയും അങ്ങോട്ട് അറിഞ്ഞുകൂടാ. എന്നാലും ഇപ്പം ഞാൻ ഓരോരോ ഇതിലൊക്കെ കുറ്റമൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ അപ്പൊ കുറ്റം, ദോഷം ഇത് മാറിയിട്ട് ഭാഗ്യം, സമൃദ്ധി ഇങ്ങനെയുള്ള വാക്കുകളിലേക്കൊന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ മയമതത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, മയമത ഇത് പ്രകാരം പറയുമ്പോൾ മയമതത്തിൽ പറയുമ്പോൾ കേതു സിസ്റ്റം എന്നാ പറയുക. അപ്പോൾ കേതു സിസ്റ്റം പ്രകാരം എന്ന് പറഞ്ഞാൽ ഓരോരോ കോർണേഴ്സ്, അതായത് നമ്മളിപ്പോൾ പഞ്ചഭൂതങ്ങളിലെന്ന് പറയുമ്പോൾ വായു, ജലം, ആകാശം എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്ലാനറ്റ്സിൻ്റെ സ്വാധീനം അത് വെച്ചിട്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാ പറയുക, അതായത് ഈശാനകോണ്. അപ്പോൾ ഇതിൻ്റെ കഥ തന്നെ വരുന്നത് എങ്ങനെയാണ്, വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ആ സത്വം ശിവൻ ഈശാനകോണിൽ ഈശൻ പ്രത്യക്ഷനായപ്പോൾ എൻ്റെ പ്രഭു എന്ന് പറഞ്ഞിട്ട് വീണാണ്. അപ്പം എന്താ, തല വടക്ക് കിഴക്ക് വന്നു, കാല് തെക്ക് പടിഞ്ഞാറ് വന്നു. ആ ഒരു ഫോട്ടോ ആണ് നമ്മൾ വാസ്തുപുരുഷൻ്റെ കാണുന്നത്. അപ്പോൾ അതിൽ വരുമ്പോൾ അതൊരു വലിയ സയൻറ്റിഫിക് തിയറി പറയുന്നതാണ് കേട്ടോ. അത് പിന്നെ സാധാരണക്കാരനെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു പിക്ചർ കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ വടക്ക് കിഴക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈശാനകോണിൽ ഈശനെ തന്നെയാണ്. അപ്പോൾ അത് സ്ഫടികലിംഗത്തിൻ്റെതാണ് കൊടുക്കുക. അങ്ങനെ ഓരോരോ ഭാഗത്തിനും നേരെ മറിച്ച് ഇപ്പോൾ അഗ്നികോണിൽ വരിക, അഗ്നികോണിലാണെന്ന് റെഡ് കോറൽ എന്ന് പറയും, ചെമ്പവിഴ ഇതിൽ കാണാൻ നിങ്ങൾക്ക്. അങ്ങനെ ഓരോരോ കൺസെപ്റ്റും കറക്റ്റായിട്ട് അത് ഒരു പൂജയൊക്കെ ചെയ്യും. പൂജ ചെയ്യാന്ന് പറഞ്ഞാൽ വാസ്തുബലിയൊക്കെ നടത്തും. ബലി മീൻസ് ബലം കൊടുക്കുന്നത്. വാസ്തുബലി എന്ന് പറഞ്ഞാൽ വാസ്തു ആ കൺസെപ്റ്റിൽ ഒരു 45ഓളം ദേവതകളുണ്ട്. വാസ്തുപുരുഷ മണ്ഡലത്തിൽ ഒരു 45 ദേവതകളുണ്ട്. ഈ 45 ദേവതകൾക്കുള്ള ഭക്ഷണം കൊടുക്കലാണ് വാസ്തുബലി. അപ്പോൾ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഉള്ള എനർജി പ്രവാഹം എന്നാണ്. എന്തുകൊണ്ടാണ് നെഗറ്റിവിറ്റിക്ക് പവർ കൂടുതൽ? നെഗറ്റിവിറ്റി എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതാണ്. എപ്പോഴും എല്ലാവരും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പോസിറ്റീവ് നമ്മൾ ഉണ്ടാക്കണം, ക്രിയേറ്റ് ചെയ്യണം. നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രപഞ്ചം മുഴുവനും അങ്ങനെയാണ്, രാത്രി തന്നെയാണ്, സൂര്യൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. പിന്നെ നെഗറ്റിവിറ്റിക്ക് 2 ഫ്ലോ പറയുന്നുണ്ട്. ഒന്ന് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും പോകും, 2 ഡയറക്റ്റ് ആയിട്ട് വന്നാൽ അടിച്ച് കളയും. ശരി. നേരെ മറിച്ച് പോസിറ്റീവ് എനർജിക്ക് ഒരൊറ്റ ഫ്ലോ ഉള്ളൂ, ക്ലോക്ക് വൈസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് മുഴുവൻ പാലുണ്ടായാലും ശരി, ഒരൊറ്റ ഡ്രോപ്പ് ഓഫ് പോയിസൺ മതി. അതാണ് അതിൻ്റെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ പോസിറ്റിവിറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ കല്ലുകളൊക്കെ അതാത് സ്ഥാനത്ത് പൂജയൊക്കെ ചെയ്തിട്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീട്ടിനെ 9 ഭാഗങ്ങളാക്കും. 9 ഭാഗം എന്ന് പറഞ്ഞാൽ നടു അടക്കം, പിന്നെ 4 മെയിൻ ദിശ, 4 ഉപദിശ. അപ്പോൾ ഇത്രയും സ്ഥാനങ്ങളിൽ നമ്മൾ എന്നിട്ട് ഈ പൂജയൊക്കെ ചെയ്ത് അതിൽ കുഴിച്ചിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ അതിന് കട്ടിങ്സ് പ്രധാനമാണ്, അതിന് എന്താ സ്ക്രാച്ച് ഒന്നും ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ഒരു 7ഓളം തിയറികളുണ്ട് അതിന് എല്ലാ രത്നങ്ങളും കട്ട് ചെയ്തിട്ടൊക്കെയാണല്ലോ ആക്കിയെടുക്കുക. പക്ഷേ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാണാനുള്ള ഭംഗിയല്ല, മെറ്റീരിയലാണ്. അപ്പോൾ പഞ്ഞപുഷ്യരാഗം എന്ന് പറഞ്ഞാൽ അത് നല്ല കട്ടിയുള്ള ഭംഗിയുള്ളതൊന്നുമില്ല, അഥവാ സ്ക്രാച്ച് ഉണ്ടായാൽ പോലും ഇവിടെ പ്രശ്നമില്ല. ശരി. കാരണം ഇത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുക, പക്ഷേ ക്വാണ്ടിറ്റി കൂടുതൽ വേണം. അതായത് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 20 ക്യാരറ്റെങ്കിലും സാധനം വേണം. അതായത് നമ്മളെ കയ്യിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 6 ക്യാരറ്റൊക്കെയാണ് മാക്സിമം അതാകുക, അത്രയ്ക്ക് ആകുള്ളൂ. നേരെ കുറച്ച് ഇത് മണ്ണിൻ്റെ അടിയിൽ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഒരു ലാർജ് ക്വാണ്ടിറ്റിയാണ് വെക്കുക. അപ്പോൾ ഇതിൽ
അതാത് സ്ഥാനത്തുള്ളത്. ഇത് മയമതത്തിൽ പറയുന്നതും മാനസാരത്തിൽ പറയുന്നത് രണ്ട് സിസ്റ്റമാണ് കേട്ടോ. അത് ഈ മാനസാരത്തിൽ പറയുന്നതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക, അതായത് പുറമെയാണ് അത് വരിക, അത് ഔട്ടർ ഷെല്ലിലാണ്. അതെന്ന് പറഞ്ഞാൽ പിശാചവീതി എന്ന് പറയും നമ്മളതിൽ, അതിലാണ് വരിക. നേരെ മറിച്ച് മയമതത്തിൽ പറയുകയാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരിക. അപ്പോൾ അതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥാപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ടൈൽസൊക്കെ പൊളിക്കേണ്ടിയൊക്കെ വരിക, അപ്പോൾ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികവും മാനസാരത്തിൽ പറയുന്ന രാഹു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യാറ്. എന്ന് വെച്ചാൽ കേതു സിസ്റ്റം ചെയ്യാറില്ല കേട്ടോ. ഇനിയിപ്പോൾ രണ്ടും കൂടി ചെയ്ത വീടുകളും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 13,000 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള വീടൊക്കെ ആകുമ്പോൾ നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ചെറിയൊരു സാധാരണക്കാരൻ്റെ വീടാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റമൊക്കെ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ലതാണ്. ഇതിൻ്റെ ഉദ്ദേശം അതാണ്, സമൃദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം.